നമസ്കാരം. എന്താണ് അമ്മ, അതായത് മലയാളത്തിലെ AMMA താര സംഘടനയിൽ സംഭവിച്ചത്? ഇപ്പം കൂട്ടരാജിയൊക്കെ നമ്മൾ കണ്ടു. പലരും രാജിവെച്ച് പുറത്തു പോയി, എല്ലാവരും പദവികളൊക്കെ ഉപേക്ഷിച്ച് പോയി. ഇപ്പം പറയുകയാണെങ്കിൽ നമ്മുടെ മമ്മൂക്കയിൽ ലാലേട്ടൻ മാത്രമേ അവിടെ ബാക്കിയുള്ളൂ, ബാക്കി എല്ലാവരും പോയി. ചുമ്മാ പറഞ്ഞതാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു സംഭവത്തിനെ പറ്റി കൃത്യമായുള്ള തെളിവുകൾ വെക്കാൻ എൻ്റെ കയ്യിലില്ല. ആദ്യം ഞാൻ പറയാം, അതിന് യാതൊരു തർക്കവും വേണ്ട. കൃത്യമായുള്ള തെളിവുകൾ, ഞാൻ എപ്പോഴും പറയുമ്പോൾ തെളിവുകൾ വെച്ചിട്ട് സംസാരിക്കാൻ എനിക്ക് പറ്റില്ല. കാരണം കൃത്യമായുള്ള തെളിവുകളും കാര്യങ്ങളും ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല. കാരണം അത് കോർട്ടിലേക്ക് പോകുന്നതുള്ളൂ. സോ അമ്മയിൽ നടന്ന് ക്ലിയർ ആയി പോകേണ്ട കാര്യങ്ങൾ ഇതിപ്പം പോലീസ് സ്റ്റേഷനിൽ ഡയറക്റ്റ് പോയി. ഇപ്പോൾ അത് വീണ്ടും അമ്മയിലേക്ക് വന്നു, എല്ലാവരും രാജിവെച്ചു. അങ്ങനെ ഇപ്പോൾ ഇത് കോർട്ടിലേക്ക് പോകും. അങ്ങനെയാണ്. അൻസിബക്കെതിരെ ഒരു കേസ് കൊടുത്തിട്ടുണ്ട്. സോ അതിനുശേഷം മാത്രമേ നമുക്ക് കോർട്ടിലേക്ക് പോകുന്ന കാര്യത്തിനെ പറ്റി നമുക്കൊന്നും അടിച്ച് പറയാൻ പറ്റില്ല. കാരണം കൃത്യമായിട്ടുള്ള തെളിവുകളും ആരാണ് പ്രതി, എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. കാരണം അതങ്ങനെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, കൃത്യമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടല്ല ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാം. ഇത് മൊത്തം ഹിയർസൈസ് ആയിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കാം. സോ ഇവിടെ എന്താണ് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, അതായത് ഐ തിങ്ക് ഒരു അമ്പലം അല്ലെങ്കിൽ ഒരു വിശ്വാസികളുടെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ വിശ്വാസികൾ കുറച്ച് പേര് ചേർന്ന് ഒരു പരിപാടിക്ക് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. അതായത് ശ്വേതാമൻ നടത്തുന്ന ആദ്യ പരിപാടിയാണെന്ന് തോന്നുന്നു, അതിന് സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞു. സോ ആ സ്പോൺസർ ചെയ്യാമെന്ന് പറഞ്ഞത് സ്വീകരിക്കാൻ വേണ്ടി ശ്വേതാ മേനോനും ഈ ലക്ഷ്മി പ്രിയയും ടിനി ടോമു പോലുള്ള അങ്ങനെയുള്ളവരുടെ ഒരു ഗ്യാങ് അവർക്ക് ഓക്കെ ആയിരുന്നു. പക്ഷേ ഇതിൽ അൻസിബക്ക് ഒരിക്കലും അത് ഓക്കെ അല്ല. അൻസിബ പറഞ്ഞു, ഇത് ഒരു മതപരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു വിഭാഗത്തിൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കഴിഞ്ഞാൽ മറ്റുള്ള വേറെ ആളുകൾക്ക് വന്ന് ഇതുപോലെ പറയുമ്പോൾ നമ്മൾ അവരുടെ കയ്യിൽ നിന്ന് പണം സ്വീകരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അങ്ങനെ അൻസിബ അതിന് തയ്യാറായില്ല. അപ്പോൾ പക്ഷേ ഇവർ അതിൽ പണം സ്വീകരിച്ചോ ഇല്ലയോ എന്നുള്ളത് സംശയമാണ്. പക്ഷേ മേ ബി എത്ര 75 ലക്ഷം അങ്ങനെ എന്തോ കണക്കാണ്, കറക്റ്റ് എനിക്കറിയില്ല. സോ അപ്പോൾ അങ്ങനെ ഒരു ഫണ്ട് ഇവർ വാങ്ങി, അല്ലെങ്കിൽ വാങ്ങിയില്ല, കറക്റ്റ് എനിക്കറിയില്ല. അപ്പോൾ സ്വീകരിക്കാമെന്നുള്ളൊരു നിലപാടിൽ അവരെത്തി. പിന്നെ അതേപോലെ അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായപ്പോൾ ഈ അൻസിബക്കെതിരെ ഇവർ തിരിഞ്ഞു. അതായത് അൻസിബക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എന്തോ പ്രായമുള്ളവരെ നോക്കുക, അങ്ങനെ പല പല കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പം ഈ ടിനി ടോം അടങ്ങുന്ന പലരും എന്ത് ചെയ്തു, അൻസിബക്കെതിരെ സംസാരിക്കാൻ തുടങ്ങി, പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി. എന്താ പറയുക, മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുത്താനും അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും നിന്നു എന്നാണ് കേൾവി. സോ കൃത്യമായിട്ടൊരു തെളിവില്ല. അപ്പോൾ ഇപ്പോൾ ടിനി ടോം അടക്കം പലരും രാജിവെച്ചിട്ടുണ്ട്. അതായത് ഈ സ്ത്രീകൾ ശ്വേതൊക്കെ രാജിവെച്ചിട്ടുണ്ട്, അൻസിബ രാജിവെച്ചു. ടിനി ടോമിൻ്റെ കാര്യം എനിക്ക് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, സോറി. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതേപോലെ പിന്നെയാണെങ്കിൽ അതേപോലെ ഈ അൻസിബ എന്തോ ഒരു മെസ്സേജ്, അതായത് മെയിനായിട്ടുള്ള റീസൺ ഇതാണ്. അതായത് അൻസിബ എന്തോ ഒരു മെസ്സേജ് ലക്ഷ്മി പ്രിയക്ക് അയച്ചു. ലക്ഷ്മി പ്രിയക്ക് അയച്ച മെസ്സേജ് ലക്ഷ്മി പ്രിയയുടെ ഭർത്താവ്, ഹസ്ബൻഡ് കണ്ടു. ആ കണ്ടത് മാത്രമല്ല, അത് അവർ തമ്മിലുള്ള ഫാമിലിയിലുള്ള സംഘർഷമായി മാറി, അല്ലെങ്കിൽ ഒരു പ്രശ്നമായി മാറി. അപ്പോൾ ഗാർഹിക പീഡനത്തിനോ അങ്ങനെ എന്തൊക്കെയോ കേസ് കൊടുക്കുകയും അത് ഡയറക്റ്റ്, അതായത് ഈ അമ്മ സംഘടനയുള്ള ആർട്ടിസ്റ്റുകൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഫസ്റ്റ് അമ്മ സംഘടനയിൽ AMMA, അമ്മ എന്ന് വിളിക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ക്ഷമിക്കണം. അപ്പം ഈ ഒരു താരസംഘടനയിൽ തന്നെ അത് പറഞ്ഞ് തീർപ്പാക്കണം. എന്നിട്ട് അതിൽ നിന്ന് ഒരു നീതി കിട്ടിയില്ലെങ്കിൽ മാത്രമാണ് എന്ത് ചെയ്യേണ്ടത്, ഡയറക്റ്റായിട്ട് പോലീസ് സ്റ്റേഷനിലൊക്കെ കോർട്ടിലൊക്കെ പോകേണ്ടത്, കേസ് കൊടുക്കാൻ പാടുള്ളൂ. സോ അതിൽ നിന്ന് ലംഘിച്ചുകൊണ്ട് ലക്ഷ്മി പ്രിയ എന്ത് ചെയ്തു, നേരിട്ട് പോയിട്ട് കേസ് കൊടുത്തു പോലീസ് സ്റ്റേഷനിൽ. ആ പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുത്തതിന് ശേഷം ഈ എന്താ പറയുക, ഇങ്ങനെ കാര്യങ്ങൾ അതായത് ഇവരുടെ വീട്ടുകാർ തമ്മിലുള്ള പ്രശ്നമാണ്. ലക്ഷ്മി പ്രിയയും ഹസ്ബൻഡും തമ്മിലുള്ള പ്രശ്നമാണ്. ഗാർഹിക പീഡനം ഞാനെന്ത് കേസ് കൊടുത്തു, അങ്ങനെന്തോ സംഭവിച്ചു. അങ്ങനെ അവസാനം ഈ കേസ് തിരിഞ്ഞു വന്നത് അൻസിബക്കെതിരെയാണ്. അൻസിബക്കെതിരെ എന്ന് പറഞ്ഞു, അൻസിബ ഇങ്ങനെ ഒരു മെസ്സേജ് അയച്ചത് കൊണ്ടാണ് ഇങ്ങനെ വീട്ടിൽ പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്ന് പറഞ്ഞുകൊണ്ട് അൻസിബക്കെതിരെ രണ്ടുപേരും തിരിഞ്ഞു. അങ്ങനെ ഇരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് അൻസിബക്ക് ഈ ഒരു പ്രശ്നം വന്ന്, ഈ ഒരു പ്രശ്നത്തിൻ്റെ കാരണം ഇതാണെന്ന് ബോധിപ്പിച്ചുകൊണ്ട്, എന്താ കൃത്യമായിട്ട് എനിക്കറിയില്ല, അപ്പോൾ അത് ബോധിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു, ഈ ശ്വേത, ഇപ്പം അമ്മയുടെ ഏതോ ഒരു മെയിൻ ആളാണല്ലോ ഇപ്പോൾ ശ്വേത, ഇതുവരെ കഴിഞ്ഞു, ഇപ്പം രാജിവെച്ചു. സോ അപ്പം ശ്വേതയുടെ അടുത്ത് ചെന്ന് പറഞ്ഞപ്പോൾ ശ്വേത അതിനുള്ള നടപടിയൊന്നും എടുത്തില്ല എന്നാണ് അൻസിബ പറയുന്നത്. അതേപോലെ ഇവർ മൊത്തം സംഘടന എടുത്തും ചെന്നും പറഞ്ഞു ഇങ്ങനെ കാര്യങ്ങൾ പ്രശ്നമുണ്ട്, സോ അതിനുവേണ്ടി നീതി ലഭിക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞപ്പോൾ അവരാരും ഇത് വകവെച്ചില്ല എന്ന് മാത്രമല്ല
ഇതിനെ എതിർക്കുകയും ചെയ്തു. കാരണം ഇവരൊക്കെ ഒരു ഗ്യാങ് ആണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതായത് ടിനി ടോം, ലക്ഷ്മി പ്രിയ, ഈ ശ്വേത മേനോൻ, അങ്ങനെ കുറച്ച് പേര്. സോ അൻസിബ വേറെ തന്നെ ഒറ്റയ്ക്കായ ഒരു സാഹചര്യത്തിലായി. ഇതിൽ അംഗമായിട്ട് പോലും ഒറ്റയ്ക്കാകേണ്ട ഒരു അവസ്ഥ വന്നു. സോ അപ്പോൾ അവൾ എന്ത് ചെയ്തു? എനിക്ക് വേറെ ഓപ്ഷൻസ് ഇല്ല, കാരണം ഇങ്ങനെ പ്രശ്നങ്ങൾ നടന്നു, ഫണ്ട് വാങ്ങി, എത്രയോ പൈസ അതിൽ നിന്ന് പോയി എന്നൊക്കെയാണ് ഇപ്പോൾ പറയുന്നത്. സോ അതിനൊന്നും കൃത്യമായിട്ട് കണക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അൻസിബ മാധ്യമങ്ങളോട് വന്നിട്ട് ഈ കാര്യം തുറന്നു പറഞ്ഞു. അപ്പോഴാണ് ഇത് ജനങ്ങൾ അറിയുന്നത്. ഇപ്പോൾ ഏതായാലും കേട്ടുകേൾവി, കൃത്യമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടല്ല പറയുന്നത്, കേട്ടുകേൾവി പ്രകാരം ന്യായം അൻസിബയുടെ ഭാഗത്ത് നിന്ന് തന്നെയാണെന്നാണ് പറയുന്നത്. കാരണം ഭൂരിഭാഗം ജനങ്ങളും അൻസിബയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇല്ലാതെ ഇതിലപ്പുറം ഞാൻ അന്വേഷിച്ചിട്ടും ഇതിലാരും വ്യക്തമായിട്ടൊരു കാരണങ്ങളും പറയുന്നില്ല. ഇങ്ങനെയാണ് കാരണങ്ങൾ, അത് അവർ പറഞ്ഞില്ല, പേര് പോലും പറയാനുള്ള ധൈര്യം കാണിക്കുന്നില്ല. സോ ഞാൻ കൃത്യമായിട്ട് എല്ലാ തെളിവുകളും വെച്ചുകൊണ്ട് കൃത്യമായിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് മനസ്സിലാവുന്നത്, ഇത് എനിക്കറിയാം, ഇത് കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുണ്ടാവും നിങ്ങൾ. കാരണം ഞാൻ തന്നെ ഓൾറെഡി നല്ല കൺഫ്യൂസ്ഡാണ്. ഞാനിപ്പം പലരിടത്തും ചെന്ന് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെയാണ്. ഈവൻ നമ്മുടെ മെയിനായിട്ട് വീഡിയോ ചെയ്യുന്ന കുറേ പേരുണ്ടല്ലോ, അവരുടെ അടുത്തൊക്കെ ഞാൻ ചെന്ന് ചോദിച്ചു ഇത് എങ്ങനെയാണ് ഇതിൻ്റെ സംഭവം, എനിക്കൊരു പിടുത്തം കിട്ടുന്നില്ല, നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ ഇത് കുറച്ചായിട്ട് വാച്ച് ചെയ്ത് പോയിരുന്നു. ഈ ഒരു പ്രശ്നം തുടങ്ങിയത് മുതലേ കറക്റ്റായിട്ട് നോക്കി വരുന്ന ഒരാൾ പറഞ്ഞെന്ന ഒരു സാധനമാണ്, ഒരു ചെറിയൊരു സാധനമാണ് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞത്. ഇത് വലിയൊരു സാധനമാണിത്. പക്ഷേ അതിലത്തെ ഒരു എന്താണ് എക്സാക്റ്റ് നടന്നത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അതിൻ്റെ ഒരു കോണ്ടസ്റ്റ് എന്താണെന്നോ അതിൻ്റെ ഒരു കറണ്ട് എൻവയോൺമെൻറ്റ് എന്താണെന്നോ നമുക്കറിയില്ല. അപ്പോൾ ഓക്കെ, അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, ഞാൻ പറഞ്ഞുതരാം അടുത്ത വീഡിയോയിൽ കൃത്യമായിട്ട് എന്താണ് സംഭവിച്ചത്, എന്തൊക്കെയാണ് ആരുടെ ഭാഗത്ത ന്യായം, എല്ലാം ഞാൻ കൃത്യമായിട്ട് തെളിവുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ എല്ലാവരോടും എല്ലാം പറഞ്ഞ പോലെ